നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. സഹകരണ മേഖല ആധുനികവൽക്കരണത്തിന് സംസ്ഥാന സർക്കാർ നടപടി സ്വീകരിക്കണമെന്ന് അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP. മൂന്നാറിൽ സംഘടിപ്പിച്ച കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ഇൻസ്പെക്ടേഴ്സ് ആൻഡ് ഓഡിറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന നേതൃത്വ പരിശീലന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരള NGO യൂണിയൻ തൊടുപുഴ ഈസ്റ്റ് ഏരിയ വാർഷിക സമ്മേളനം നടത്തി. കേരള NGO യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് MA അജിത് കുമാർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. വേളാങ്കണ്ണിക്ക് തൊടുപുഴ വഴി KSRTC ബസ് സർവീസ് ആരംഭിച്ചു. ബസിന് തൊടുപുഴ KSRTC ഡിപ്പോയിൽ വെച്ച് സ്വീകരണം നൽകി. വോട്ട് ചെയ്യുന്നതിന്റെ പ്രാധാന്യം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ജില്ലയിൽ പര്യടനം നടത്തുന്ന വോട്ട് വണ്ടി ഇടുക്കി കളക്ടറേറ്റ് അങ്കണത്തിൽ അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് ഷൈജു P ജേക്കബ് ഫ്ളാഗ് ഓഫ് ചെയ്തു. തൊടുപുഴ പട്ടണത്തിൽ വിവിധ ആവശ്യങ്ങൾക്കായി ദിനം പ്രതി എത്തുന്ന 10,000-കണക്കിന് ജനങ്ങൾക്കും 1000-കണക്കിന് വാഹനങ്ങൾക്കും വേണ്ട സൗകര്യങ്ങൾ ഒരുക്കണമെന്നാവശ്യപ്പെട്ട് വിവിധ സംഘടനകൾ ചേർന്ന് MP, MLA, നഗരസഭാ ചെയർപേഴ്സൺ എന്നിവർക്ക് നിവേദനം സമർപ്പിച്ചു. വാർത്തകൾ വിശദമായി. സഹകരണ മേഖല ആധുനികവൽക്കരണത്തിന് സംസ്ഥാന സർക്കാർ നടപടി സ്വീകരിക്കണമെന്ന് അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP. മൂന്നാറിൽ സംഘടിപ്പിച്ച കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ഇൻസ്പെക്ടേഴ്സ് ആൻഡ് ഓഡിറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന നേതൃത്വ പരിശീലന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന പ്രസിഡന്റ് CP പ്രിയേഷ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ഉദ്ഘാടന സമ്മേളനത്തിൽ ജനറൽ സെക്രട്ടറി UM ഷാജി സ്വാഗതം ആശംസിച്ചു. KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം AK മണി XMLA മുഖ്യ പ്രഭാഷണം നടത്തി. സാധാരണക്കാരുടെ അഭയകേന്ദ്രമായ സഹകരണ മേഖല ആധുനികവൽക്കരണത്തിന് സംസ്ഥാന സർക്കാർ നടപടി സ്വീകരിക്കണമെന്ന് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ഇൻസ്പെക്ടേഴ്സ് ആൻഡ് ഓഡിറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന നേതൃത്വ പരിശീലന ക്യാമ്പ് ആരവം 2026 മൂന്നാറിൽ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP അഭിപ്രായപ്പെടുകയായിരുന്നു. ഗുണപരവും മെച്ചപ്പെടുന്നതുമായ വിവിധ സേവനങ്ങൾ സഹകാരികൾക്ക് നൽകുന്നതിന് സഹകരണ സംഘങ്ങൾ ആധുനികവൽക്കരിക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേരളത്തിൽ നാം കാത്തു സൂക്ഷിച്ചു പോന്നിരുന്ന സഹകരണ പ്രസ്ഥാനത്തെ മറ്റ് മേഖലയിലേക്ക് പറിച്ചു നടുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ഈ രൂപത്തിൽ കൂടുതൽ നേട്ടങ്ങൾ സമ്പാദിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നാടുമായി ബന്ധപ്പെട്ട് സാമ്പത്തികമായി വളരെയധികം പ്രയാസം അനുഭവിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. ഉൽപ്പാദന മേഖലയിലൊക്കെ തന്നെ വലിയ പ്രതിസന്ധി നിലനിൽക്കുന്നു. വ്യാവസായിക രംഗത്ത് വലിയ മുരടിപ്പ് വന്നതായ സാഹചര്യങ്ങൾ, ബഹുഭൂരിപക്ഷം വരുന്ന കാർഷിക മേഖല, അതോടൊപ്പം തന്നെ തൊഴിലാളി മേഖല, ഇതെല്ലാം വെച്ചുകൊണ്ട് നമ്മുടെ നാടിൻ്റെ സാമ്പത്തിക സുസ്ഥിരതാവസ്ഥയെ നല്ലവണ്ണം പരിപോഷിപ്പിക്കുന്നതിന് സഹകരണ പ്രസ്ഥാനങ്ങൾ കൂടുതൽ മെച്ചപ്പെട്ട ഇടപെടലുകൾ നടത്തുകയും അതിൻ്റെ പ്രയോജനം എല്ലാവർക്കും ലഭിക്കുകയും ചെയ്തിട്ടുള്ള ഒരു സാഹചര്യമുണ്ട്. ആ നിലയിൽ നിന്നുകൊണ്ട് തന്നെ വ്യത്യസ്തങ്ങളായ തലങ്ങളിലേക്ക് സഹകരണ പ്രസ്ഥാനങ്ങളുടെ സേവനങ്ങൾ മികച്ച നിലവാരത്തിൽ കടന്നുപോയി. വിദ്യാഭ്യാസ മേഖലയിൽ, ആരോഗ്യ മേഖലയിൽ എന്ന് വേണ്ട എല്ലാവർക്കും എപ്പോഴും ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റാവുന്ന ഒരു തരത്തിലേക്കാണ് ഈ പ്രസ്ഥാനം കടന്നിട്ടുള്ളത്. സംസ്ഥാന പ്രസിഡന്റ് CP പ്രിയേഷ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ഉദ്ഘാടന സമ്മേളനത്തിൽ ജനറൽ സെക്രട്ടറി UM ഷാജി സ്വാഗതം ആശംസിച്ചു. KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം AK മണി XMLA മുഖ്യ പ്രഭാഷണം നടത്തി. രാഷ്ട്രപുരോഗതിക്ക് സിവിൽ സർവീസിനുള്ള പങ്ക് എന്ന വിഷയത്തെ ആസ്പദമാക്കിയുള്ള സിംപോസിയം KPCC വൈസ് പ്രസിഡന്റ് റോയ് K പോലീസ് ഉദ്ഘാടനം ചെയ്തു. എറണാകുളം ജില്ലാ പഞ്ചായത്ത് അംഗം ഡോക്ടർ ജിൻഡോ ജോൺ വിഷയാവതരണം നടത്തി. സിംപോസിയത്തിൽ KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ക്യാമ്പിനിടയിൽ സംഘടിപ്പിച്ച സംഘടനാ ചർച്ച KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് S അശോകനും സാംസ്കാരിക സായനം ഇബ്രാഹിംകുട്ടി കലാറും ഉദ്ഘാടനം ചെയ്തു. UDF ജില്ലാ ചെയർമാനും കട്ടപ്പന നഗരസഭാ ചെയർമാനുമായ ജോയ് വെട്ടിക്കുഴി മുഖ്യ പ്രഭാഷണം നടത്തി. ക്യാമ്പിനോടനുബന്ധിച്ച് നടത്തിയ ക്യാമ്പംഗങ്ങളുടെ കലാമത്സരത്തിലെ വിജയികൾക്ക് ഇടുക്കി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TS സിദ്ദിഖ് പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. 2025 സംസ്ഥാന തലത്തിൽ മികച്ച PACS ആയി സംസ്ഥാന സർക്കാർ തിരഞ്ഞെടുത്ത മറൈൻ സർവീസ് സഹകരണ ബാങ്കിനെ ക്യാമ്പിൽ ആദരിച്ചു. അഡ്വക്കേറ്റ് AV വാമനകുമാർ, ആദർശ് രാജ്, ബേസിൽ ബെന്നി എന്നിവർ ക്യാമ്പിൽ നടന്ന വിവിധ പരിശീലന പരിപാടികൾക്ക് നേതൃത്വം നൽകി. മൂന്നാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S വിജയകുമാർ, പാക്സ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ പ്രസിഡന്റ് തോമസ് മാത്യു കാക്കുഴി, NGO അസോസിയേഷൻ ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ഷിഹാബ് പരീദ്, KCEF ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ബിജു മാത്യു, INDC സംസ്ഥാന സെക്രട്ടറി G മുനിയാണ്ടി, INDC ദേവികുളം റീജിയണൽ പ്രസിഡന്റ് D കുമാർ, KC മോഹനചന്ദ്രൻ, G മുരളീധരൻ പിള്ള, B ശ്രീകുമാരൻ നായർ, VK അജിത് കുമാർ, ജിലേഷ് C, ശൈലജ TM, S ഷാജി, N സുശീല, റോജോ M ജോസഫ്, M നംഷീദ്,
കെ രാജേഷ്, ആർ വിനോദ് കുമാർ, ക്രിസ്റ്റഫർ പി ഡി, ദീപാജി, അജിത്ത്, കിഷോർ കുമാർ കെ, ടി കെ നാസർ, കെ ബി റഫീഖ് എന്നിവർ പങ്കെടുത്തു. ട്രഷറർ കെ കൃഷ്ണകുമാർ നന്ദി രേഖപ്പെടുത്തി. നിരവധി വ്യക്തികളാണ് ക്യാമ്പിൽ പങ്കെടുത്തത്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. കേരള NGO യൂണിയൻ തൊടുപുഴ ഈസ്റ്റ് ഏരിയ വാർഷിക സമ്മേളനം നടത്തി. തൊടുപുഴ മുനിസിപ്പൽ ടൗൺ ഹാളിൽ ചേർന്ന സമ്മേളനം കേരള NGO യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് MA അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് PK അബിൻ അധ്യക്ഷത വഹിച്ചു. നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങളാണ് ഇടതുപക്ഷ ഗവൺമെന്റ് കഴിഞ്ഞ 10 വർഷക്കാലമായി കേരളത്തിൽ നടപ്പിലാക്കുന്നത്. കേരളത്തിന്റെ സമഗ്ര വളർച്ചയ്ക്കും വികസനത്തിനും വേണ്ടി നടപ്പിലാക്കുന്ന ഇടതുപക്ഷ ഗവൺമെന്റിന്റെ ജനപക്ഷ ബദൽ നയങ്ങൾക്ക് കരുത്തു പകരുന്നതിന് അണിനിരക്കണമെന്ന് കേരള NGO യൂണിയൻ തൊടുപുഴ ഈസ്റ്റ് ഏരിയ വാർഷിക സമ്മേളനം മുഴുവൻ ജീവനക്കാരോടും അഭ്യർത്ഥിച്ചു. തൊടുപുഴ മുനിസിപ്പൽ ടൗൺ ഹാളിൽ ചേർന്ന സമ്മേളനം കേരള NGO യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് MA അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു. തൊഴിലില്ലായ്മ വർദ്ധിക്കുകയാണ്, വിലക്കയറ്റം രൂക്ഷമാവുകയാണ്, ചൂഷണം രൂക്ഷമാവുകയാണ്. ഈ യുദ്ധം പല രാജ്യങ്ങളിലും ഉണ്ടാവുന്നു, ആഭ്യന്തര കലഹങ്ങൾ രാജ്യത്തുണ്ടാവുന്നു. അതിന്റെ ഭാഗമായി പലായനങ്ങൾ, രാജ്യം വിട്ട് മറ്റു രാജ്യത്തിലേക്ക് അഭയാർത്ഥികളായി പോകുന്ന ആളുകളുടെ എണ്ണം വർദ്ധിക്കുന്നു. അപ്പോൾ ഈ ആധുനിക ലോകത്ത് ഈ 21ാം നൂറ്റാണ്ടിൽ യുദ്ധം സൃഷ്ടിക്കുന്ന, ആഭ്യന്തര പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന, തൊഴിൽ ചൂഷണത്തിന്റെ ഭാഗമായി തൊഴിൽ നഷ്ടപ്പെട്ട് തൊഴിലിടത്തു നിന്ന് പുറത്താക്കി ജീവിക്കാൻ മറ്റു വരുമാനത്തിന് വേണ്ടി വേറെ രാജ്യത്തിലേക്കോ നാട്ടിലേക്കോ പോകുന്ന ആളുകളുടെ എണ്ണം പെരുകുന്നു എന്നതാണ് ആഗോള സാമ്പത്തിക സ്ഥിതിയുടെ രത്നച്ചുരുക്കം. ആ പ്രതിസന്ധി രൂക്ഷമാവുമ്പോൾ അതിനെ മറികടക്കുന്നതിന് വേണ്ടി തൊഴിൽ നഷ്ടപ്പെട്ടാൽ, വരുമാനം നഷ്ടപ്പെട്ടാൽ വാങ്ങൽ ശേഷിയുള്ള ജനവിഭാഗം കുറയും. ഉൽപ്പാദിപ്പിക്കുന്നത് ധാരാളം അവിടെ ഉണ്ടാക്കി വെച്ചാലും അത് വാങ്ങാനുള്ള ആളുകളുടെ എണ്ണം കുറയും. വാങ്ങാൻ ആൾ കുറഞ്ഞാൽ മാർക്കറ്റ് വീണ്ടും ഡള്ളാവും. മാർക്കറ്റ് ഡള്ളായാൽ ഉൽപ്പാദനത്തെ ബാധിക്കും, അവരുടെ ലാഭത്തെ ബാധിക്കും. അപ്പോൾ കൂടുതൽ ലാഭം ഉണ്ടാക്കാൻ വേറെ പുതിയ ഇടങ്ങൾ തെരഞ്ഞു പോകും. ഏരിയ പ്രസിഡന്റ് PK അബിൻ അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി PM മുഹമ്മദ് ജലീൽ പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ KV അമ്പിളി വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. ഭാരവാഹികളായി PK അബിൻ പ്രസിഡന്റ്, S സിനിമോൾ, KM സുഹറ വൈസ് പ്രസിഡന്റുമാർ, PM മുഹമ്മദ് ജലീൽ സെക്രട്ടറി, S ദിനിൽ കുമാർ, അജിത് കരുണാകരൻ ജോയിന്റ് സെക്രട്ടറിമാർ, KV അമ്പിളി ട്രഷറർ എന്നിവരെ തിരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. വേളാങ്കണ്ണിക്ക് തൊടുപുഴ വഴി KSRTC ബസ് സർവീസ് ആരംഭിച്ചു. ബസിന് തൊടുപുഴ KSRTC ഡിപ്പോയിൽ വെച്ച് സ്വീകരണം നൽകി. കേരള കോൺഗ്രസ് ബി സംസ്ഥാന സെക്രട്ടറി പോൾസൺ മാത്യു, ജില്ലാ സെക്രട്ടറി ഉണ്ണി M, നിയോജക മണ്ഡലം പ്രസിഡന്റ് ബിബിൻ ചെമ്പരത്തി എന്നിവർ ചേർന്ന് ബസിനെ മാലയിട്ട് സ്വീകരിച്ചു. ചങ്ങനാശ്ശേരിയിൽ നിന്ന് ആരംഭിക്കുന്ന ബസ് സർവീസ് ഉച്ചകഴിഞ്ഞ് 3:50-നാണ് തൊടുപുഴയിലെത്തുക. ചങ്ങനാശ്ശേരിയിൽ നിന്നും വേളാങ്കണ്ണിക്ക് ഏറ്റുമാനൂർ, കൂത്താട്ടുകുളം, മൂവാറ്റുപുഴ വഴി സർവീസ് നടത്തിയിരുന്ന KSRTC ബസ് ഏറ്റുമാനൂർ, പാല, തൊടുപുഴ വഴി മൂവാറ്റുപുഴ കൂടി വേളാങ്കണ്ണിക്ക് സർവീസ് ആരംഭിച്ചു. ബസിന് തൊടുപുഴ KSRTC ഡിപ്പോയിൽ വെച്ച് സ്വീകരണം നൽകി. കേരള കോൺഗ്രസ് ബി സംസ്ഥാന സെക്രട്ടറി പോൾസൺ മാത്യു, ജില്ലാ സെക്രട്ടറി ഉണ്ണി M, നിയോജക മണ്ഡലം പ്രസിഡന്റ് ബിബിൻ ചെമ്പരത്തി എന്നിവർ ചേർന്ന് ബസിനെ മാലയിട്ട് സ്വീകരിക്കുകയായിരുന്നു. കഴിഞ്ഞ 25 വർഷമായിട്ട് തൊടുപുഴയിൽ നിന്ന് വേളാങ്കണ്ണി സർവീസ് മുടങ്ങിക്കിടക്കുകയായിരുന്നു. തൊടുപുഴയിൽ നിന്നുണ്ടായിരുന്ന വേളാങ്കണ്ണി സർവീസ് നിർത്തി. അത് ചങ്ങനാശ്ശേരിയിൽ നിന്ന് തുടങ്ങിയിരുന്നു. ചങ്ങനാശ്ശേരിയിൽ നിന്നുള്ള സർവീസ് ചങ്ങനാശ്ശേരി, കോട്ടയം, ഏറ്റുമാനൂർ, കൂത്താട്ടോളം, മൂവാറ്റുപുഴ വഴിയായിരുന്നു ആ സർവീസ് നിലവിൽ വേളാങ്കണ്ണിക്ക് നടത്തിയിരുന്നത്. എന്നാൽ ബഹുമാനായ പാർട്ടി ചെയർമാനും കേരളത്തിൻ്റെ ഗതാഗത വകുപ്പ് മന്ത്രിയുമായ KB ഗണേഷ് കുമാർ അവറുകളെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി എന്ന നിലയിൽ ഞാൻ നേരിട്ട് കണ്ട് ഈ പ്രദേശത്തെ ജനങ്ങളുടെ ഒരു ചിരകാല ആവശ്യമാണ് തൊടുപുഴ പ്രദേശങ്ങളിൽ നിന്ന് വേളാങ്കണ്ണിക്ക് പോകുവാൻ ഏറെ ആൾക്കാർ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ സർവീസ് നിലവിൽ ഈ വഴിക്ക് കൂടി തൊടുപുഴയിൽ നിന്ന് പോകുന്ന രീതിയിൽ ഏറ്റുമാനൂർ, പാല, തൊടുപുഴ, മൂവാറ്റുപുഴ വഴിയാക്കി സർവീസ് ആരംഭിക്കുന്ന അദ്ദേഹത്തോട് ആവശ്യപ്പെടുകയും ആ ആവശ്യം അദ്ദേഹം അംഗീകരിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് മുതൽ ഈ 50 തുടങ്ങുന്ന ഇന്നേ ദിവസം തന്നെ ഈ സർവീസ് ഇവിടുന്ന് തുടങ്ങിയത്. അത് തുടങ്ങുന്നതിന് അനുമതി തന്ന ബഹുമാന്യായ കേരളത്തിലെ ഗതാഗത വകുപ്പ് മന്ത്രിയും പാർട്ടി ചെയർമാനുമായ KB ഗണേഷ് കുമാർ അവറുകളെ പാർട്ടിക്ക് വേണ്ടി പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. ഉച്ചയ്ക്ക് 2 മണിക്ക് ചങ്ങനാശ്ശേരിയിൽ നിന്ന് ആരംഭിക്കുന്ന സർവീസ് 3:50-ന് തൊടുപുഴയിൽ എത്തിച്ചേരും. തൊടുപുഴയിൽ നിന്നും വേളാങ്കണ്ണിക്ക് 800 രൂപയാണ് ചാർജ്.
പാലാ, തൊടുപുഴ പ്രദേശങ്ങളിലെ നിരവധി യാത്രക്കാർ വേളാങ്കണ്ണി സർവീസ് ആരംഭിക്കണമെന്നാവശ്യപ്പെട്ടിരുന്നു. ഈ വിഷയം പാർട്ടി ചെയർമാനും ഗതാഗത വകുപ്പ് മന്ത്രിയുമായ KV കൃഷ്ണകുമാറുമായി സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് വേളാങ്കണ്ണി സർവീസ് തൊടുപുഴ വഴി പോകുന്നതിന് നടപടിയായതെന്ന് കേരള കോൺഗ്രസ് ബി സംസ്ഥാന സെക്രട്ടറി പോൾസൺ മാത്യു അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. വോട്ട് ചെയ്യുന്നതിന്റെ പ്രാധാന്യം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ജില്ലയിൽ പര്യടനം നടത്തുന്ന വോട്ട് വണ്ടി ഇടുക്കി കളക്ടറേറ്റ് അങ്കണത്തിൽ അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് ഷൈജു P. ജേക്കബ് ഫ്ളാഗ് ഓഫ് ചെയ്തു. ജില്ലയിൽ പര്യടനത്തിന് 5 വോട്ട് വണ്ടികളാണ് ഉള്ളത്. ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങൾ ഉൾപ്പെടെ വണ്ടിയിൽ പ്രദർശിപ്പിച്ചിരുന്നു. വോട്ട് ചെയ്യുന്നതിന്റെ പ്രാധാന്യം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ജില്ലയിൽ പര്യടനം നടത്തുന്ന വോട്ടുവണ്ടി ഇടുക്കി കളക്ടറേറ്റ് അങ്കണത്തിൽ അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് ഷൈജു P. ജേക്കബ് ഫ്ളാഗ് ഓഫ് ചെയ്തു. വോട്ടിംഗുമായി ബന്ധപ്പെട്ട സംശയങ്ങളും തെറ്റിദ്ധാരണകളും മാറ്റുക, വോട്ടിംഗ് മെഷീൻ പരിചയപ്പെടുത്തുക, തിരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുക തുടങ്ങിയവയാണ് സ്വീപ് പദ്ധതിയുടെ ഭാഗമായുള്ള വോട്ടുവണ്ടി പര്യടനത്തിലൂടെ ലക്ഷ്യമിടുന്നത്. നമ്മുടെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുള്ള പരിപാടികൾ, പ്രോഗ്രാമുകൾ നാളുകളായി നമ്മൾ സമഗ്രമായ രീതിയിൽ നടത്തിക്കൊണ്ടുവരുന്നു. അത് ഏകദേശം വിജയകരമായി പൂർത്തിയാക്കുവാനായിട്ട് ലാസ്റ്റ് സ്റ്റേജിലേക്ക് ജില്ല എത്തിക്കൊണ്ടിരിക്കുന്നു. അതുകൂടാതെ തന്നെ വോട്ടവകാശം എന്ന് പറയുന്നത് ഓരോ പൗരൻ്റെയും അവകാശം മാത്രമല്ല, അഭിമാനം കൂടിയാണ്. ഞാനൊരു വോട്ടറാണ്, വോട്ടർ പട്ടികയിലുണ്ട്, വോട്ടറാണ് എന്ന് പറയുന്നതും വോട്ട് ചെയ്യുന്നതും നമ്മുടെ അവകാശവും അഭിമാനവും നമ്മുടെ എല്ലാം ആണ്. ഉടുമ്പൻചോല മണ്ഡലത്തിലേക്കുള്ള വോട്ടുവണ്ടിയാണ് ഫ്ളാഗ് ഓഫ് ചെയ്തത്. ജില്ലയിൽ പര്യടനത്തിന് 5 വോട്ടുവണ്ടികളാണുള്ളത്. VVPAT മെഷീൻ, ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളും വണ്ടിയിൽ പ്രദർശിപ്പിച്ചിരുന്നു. ഫ്ളാഗ് ഓഫ് ചടങ്ങിൽ അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് വോട്ടിംഗ് മെഷീൻ കൺട്രോൾ യൂണിറ്റ് ഉടുമ്പൻചോല റിട്ടേണിംഗ് ഓഫീസർ സുഹറ എയ്ക്ക് കൈമാറി. ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ സുജ വർഗീസ്, ഇലക്ഷൻ വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. അഖിലേന്ത്യാ അവാർഡി ടീച്ചേഴ്സ് ഫെഡറേഷന്റെ ഗുരുശ്രേഷ്ഠ പുരസ്കാരം വിതരണം ചെയ്തു. കൊല്ലം ശാസ്താംകോട്ടയിൽ നടന്ന സംസ്ഥാന സമ്മേളനത്തിൽ വെച്ച് NK പ്രേമചന്ദ്രൻ MP-യിൽ നിന്നും പുരസ്കാരം ആയവന സേക്രഡ് ഹാർട്ട് ഹയർ സെക്കൻഡറി സ്കൂൾ HM സിസ്റ്റർ ഡാൻഡി ജോസഫ് ഏറ്റുവാങ്ങി. അഖിലേന്ത്യാ അവാർഡി ടീച്ചേഴ്സ് ഫെഡറേഷന്റെ ഗുരുശ്രേഷ്ഠ പുരസ്കാരം വിതരണം ചെയ്തു. കൊല്ലം ശാസ്താംകോട്ടയിൽ നടന്ന സംസ്ഥാന സമ്മേളനത്തിൽ വെച്ച് NK പ്രേമചന്ദ്രൻ MP-യിൽ നിന്നും ആയവന സേക്രഡ് ഹാർട്ട് ഹയർ സെക്കൻഡറി സ്കൂൾ ഹെഡ്മിസ്ട്രസ് സിസ്റ്റർ ഡാൻഡി ജോസഫ് പുരസ്കാരം ഏറ്റുവാങ്ങി. ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലുള്ള അവാർഡുകൾക്ക് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ പരിഗണിക്കുമ്പോൾ അവർ പ്രധാനമായും പരിഗണിക്കുന്ന പേരുകൾ ഗുരുശ്രേഷ്ഠ പുരസ്കാരത്തിന് അർഹരായിട്ടുള്ള അധ്യാപകരാണെന്ന് പറയുമ്പോൾ എത്രമാത്രം കൃത്യതയോടുകൂടിയാണ്, നിഷ്പക്ഷതയോടുകൂടിയാണ്, യോഗ്യതാ മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഗുരുശ്രേഷ്ഠ പുരസ്കാരം നിങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യപ്പെടും. എനിക്കറിയാം, പലപ്പോഴും ഗുരുശ്രേഷ്ഠ പുരസ്കാരം ലഭിക്കുന്നവർക്കൊക്കെ മിക്കവാറും അടുത്ത വർഷത്തെ ദേശീയ അധ്യാപക പുരസ്കാരം അല്ലെങ്കിൽ സംസ്ഥാന തലത്തിലുള്ള മികച്ച അധ്യാപകനുള്ള പുരസ്കാരം ലഭിക്കുന്നത്. അപ്പൊ വളരെ കൃത്യതയോടുകൂടി വ്യക്തമായ പഠനവും സൂക്ഷ്മമായ പരിശോധനയും നടത്തി അർഹതപ്പെട്ട അധ്യാപകരെ കണ്ടെത്തി അവർക്ക് അംഗീകാരം കൊടുക്കുക എന്നുള്ളതാണ് അഖിലേന്ത്യാ അവാർഡി ടീച്ചേഴ്സ് ഫെഡറേഷൻ തുടക്കം മുതൽ സ്വീകരിച്ചിട്ടുള്ള ഒരു സമീപനം, പൊതുനിലപാട്. അതുകൊണ്ട് തന്നെ ഗുരുശ്രേഷ്ഠ പുരസ്കാരത്തിന് അർഹരായിട്ടുള്ള അധ്യാപകർ 100% അവർക്ക് ലഭിക്കുന്ന അർഹതയുടെ അംഗീകാരമാണ് എന്നുള്ളത് ആമുഖമായി തന്നെ സാക്ഷ്യപ്പെടുത്താൻ നിങ്ങൾ എല്ലാവരെയും ബോധ്യപ്പെടുത്തും. കോതമംഗലം കോർപ്പറേറ്റിലെ വിവിധ വിദ്യാലയങ്ങളിലായിരുന്നപ്പോൾ ചെയ്ത വിശിഷ്ട സേവനങ്ങൾക്ക് ലഭിച്ച അംഗീകാരമാണ് ഇത്. വിദ്യാർത്ഥികളുടെ ഉന്നമനത്തിനായി നടത്തിയ വ്യത്യസ്ത പ്രവർത്തനങ്ങൾ അക്കാദമികവും നോൺ അക്കാദമികവുമായ മേഖലകളിലെ മികവ് തെളിയിക്കൽ, വിദ്യാലയത്തിലെ വിവിധ ക്ലബ്ബുകളുടെ മിന്നും വിജയം, വിദ്യാഭ്യാസ മേഖലയിൽ അധ്യാപകർക്ക് നൽകിയ ക്ലാസുകളും നിർദ്ദേശങ്ങളും, കാർഷിക മേഖലയോടുള്ള താൽപര്യം, ഹരിത വിദ്യാലയ കാഴ്ചപ്പാടുകൾ, സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ, ഇതര പ്രവർത്തനങ്ങൾ എന്നിവ അടിസ്ഥാനമാക്കിയാണ് സിസ്റ്ററിന് അവാർഡ് ലഭിച്ചത്. തൊടുപുഴ പട്ടണത്തിൽ വിവിധ ആവശ്യങ്ങൾക്കായി ദിനം പ്രതി എത്തുന്ന 10,000-കണക്കിന് ജനങ്ങൾക്കും 1000-കണക്കിന് വാഹനങ്ങൾക്കും വേണ്ട സൗകര്യങ്ങൾ ഒരുക്കണമെന്നാവശ്യപ്പെട്ട് തൊടുപുഴ മർച്ചന്റ്സ് അസോസിയേഷൻ, കേരള ഹോട്ടൽ ആൻഡ് ഫുഡ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ, ബിൽഡിംഗ് ഓണേഴ്സ് അസോസിയേഷൻ എന്നീ സംഘടനകൾ സംയുക്തമായി നിവേദനങ്ങൾ നൽകി. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP, PG ജോസഫ് MLA, തൊടുപുഴ മുനിസിപ്പൽ ചെയർപേഴ്സൺ സാബിറ ജലീൽ ഉൾപ്പെടെയുള്ളവർക്കാണ് നിവേദനങ്ങൾ സമർപ്പിച്ചത്. ഇടുക്കി ജില്ലയുടെ പ്രവേശന കവാടമായ തൊടുപുഴ പട്ടണത്തിൽ വിവിധ ആവശ്യങ്ങൾക്കായി ദിനം പ്രതി എത്തുന്ന 10,000-കണക്കിന് ജനങ്ങൾക്കും 1000-കണക്കിന് വാഹനങ്ങൾക്കും വേണ്ട സൗകര്യം ഒരുക്കണമെന്ന് ആവശ്യപ്പെട്ട് തൊടുപുഴ മർച്ചന്റ്സ് അസോസിയേഷൻ, കേരള ഹോട്ടൽ ആൻഡ് ഫുഡ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ, ബിൽഡിംഗ് ഓണേഴ്സ് അസോസിയേഷൻ എന്നീ സംഘടനകൾ സംയുക്തമായി നിവേദനം നൽകുകയായിരുന്നു. ഇടുക്കി MP, തൊടുപുഴ MLA, തൊടുപുഴ മുനിസിപ്പൽ ചെയർപേഴ്സൺ, ജില്ലാ കളക്ടർ, ലീഗൽ സർവീസ് അതോറിറ്റി സെക്രട്ടറി, RTO, തഹസിൽദാർ,
ഡിവൈഎസ്പി തുടങ്ങിയവർക്കാണ് നിവേദനങ്ങൾ നൽകിയത്. തൊടുപുഴ മർച്ചന്റ്സ് അസോസിയേഷന്റെയും KHFAയുടെയും ബിൽഡിംഗ് ഓണേഴ്സ് അസോസിയേഷന്റെയും ഭാരവാഹികളായ TC രാജു തെറണിയിൽ, MN ബാബു മാന്തളരുംപാറ, ജോസ് വർക്കി കാക്കനാട്ട്, CK നവാസ്, ജോസ്ലറ്റ് മാത്യു, അനിൽ പിടികപ്പറമ്പിൽ, പുന്നൂസ് ജേക്കബ് എന്നിവർ ചേർന്നാണ് നിവേദനങ്ങൾ സമർപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. വന്യമൃഗങ്ങളെ പ്രതിരോധിക്കുവാൻ പുതിയ സാങ്കേതിക വിദ്യയുമായി കോട്ടപ്പടി മാർ ഏലിയാസ് കോളേജിലെ വിദ്യാർത്ഥികൾ. കോതമംഗലത്തെ ഗ്രാമപ്രദേശങ്ങളിൽ ആന, കാട്ടുപന്നി തുടങ്ങിയ വന്യമൃഗങ്ങളുടെ ആക്രമണം വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് വിദ്യാർത്ഥികൾ ഈ നവീന സംവിധാനം വികസിപ്പിച്ചെടുത്തത്. പരിപാടിയിൽ ആന്റണി ജോൺ MLA, കോളേജ് മാനേജ്മെന്റ് ബോർഡ് പ്രസിഡന്റ് ഫാദർ ജോസ് പരുത്തുവയലിൽ, മാനേജർ സുനിൽ ജോസഫ്, പ്രിൻസിപ്പൽ ഡോക്ടർ ജോസഫ് T മൂലയിൽ എന്നിവർ സംസാരിച്ചു. വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ നിന്ന് ഗ്രാമങ്ങളെ സംരക്ഷിക്കുവാൻ പുതിയ സാങ്കേതിക വിദ്യയുമായി കോട്ടപ്പടി മാർ ഏലിയാസ് കോളേജിലെ വിദ്യാർത്ഥികൾ രംഗത്തെത്തി. കോതമംഗലത്തെ ഗ്രാമപ്രദേശങ്ങളിൽ ആന, കാട്ടുപന്നി തുടങ്ങിയ വന്യമൃഗങ്ങളുടെ ആക്രമണം വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് വിദ്യാർത്ഥികൾ ഈ നവീന സംവിധാനം വികസിപ്പിച്ചത്. തട്ടേക്കാട്, പുന്നേക്കാട് മേഖലകളിലാണ് ഈ ഉപകരണം ഇതിനകം വിജയകരമായി പ്രവർത്തിച്ചിരിക്കുന്നത്. കോട്ടപ്പടി മാർ ഏലിയാസ് കോളേജിന്റെ നേതൃത്വത്തിൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ആപ്ലിക്കേഷനിലെ വിദ്യാർത്ഥികളും NSS വിദ്യാർത്ഥികളും ഒത്തുചേർന്ന് ഞങ്ങൾ ഉണ്ടാക്കിയൊരു പ്രൊഡക്റ്റാണ്. പ്രത്യേകമായിട്ട് ഇത് ഉപയോഗിക്കുന്നത് വന്യമൃഗങ്ങളെ നമുക്കെ തുരത്തുക എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ അതിരൂക്ഷമായി നമുക്ക് മൃഗങ്ങളുടെ ആക്രമണവും ഒക്കെ ഉള്ള സാഹചര്യത്തിൽ ഒരു 10 മീറ്റർ തൊട്ട് 15 മീറ്റർ വരെ റേഞ്ച് വരുന്ന രീതിയിലാണ് ഞങ്ങളിത് നിർമ്മിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ഇതിനകത്ത് സോണാർ സെൻസിംഗ് ഉണ്ട്, ലൈറ്റ് ഡിറ്റക്ഷനാണ് കൂടുതലും. അതേപോലെ തന്നെ ലൈറ്റ്, പിന്നെ ഹെവി ആയിട്ടുള്ള സൗണ്ട് പല രീതിയിൽ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ അപ്ഗ്രേഡഡ് വേർഷൻ ഞങ്ങൾ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ ഇതിനകത്തുള്ളത് സൗണ്ട് സെൻസിങ്ങും അതേപോലെ തന്നെ മൃഗങ്ങൾ വന്നു കഴിഞ്ഞാൽ സെൻസ് ചെയ്ത് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി ക്യാമറ വെച്ചിട്ട് ഏത് സമയത്താണ് മൃഗം വന്നിട്ടുള്ളതെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടും അതനുസരിച്ച് നമുക്ക് കൂടുതലായിട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെ സാധിക്കുന്നതാണ് ഇത് ഉപയോഗിച്ചത്. മറ്റ് പ്രദേശങ്ങളിലും ഉടൻ തന്നെ ഇത് സ്ഥാപിച്ച് പ്രവർത്തനം ആരംഭിക്കും. പരിപാടിയിൽ ആന്റണി ജോൺ MLA, കോളേജ് മാനേജ്മെന്റ് ബോർഡ് പ്രസിഡന്റ് ഫാദർ ജോസ് പരുത്തുവയലിൽ, മാനേജർ സുനിൽ ജോസഫ്, പ്രിൻസിപ്പൽ ഡോക്ടർ ജോസഫ് T മൂളയിൽ എന്നിവർ സംസാരിച്ചു. നമുക്ക് വന്യമൃഗങ്ങളെ സംരക്ഷിക്കണം, അതോടൊപ്പം തന്നെ നമ്മുടെ കൃഷിക്കാരെയും സംരക്ഷിക്കാൻ വേണ്ടി വന്യമൃഗങ്ങളുടെ കാടത്വം നമ്മുടെ നാട്ടിൽ നമുക്ക് ഒരു പരിധിവരെ നിയന്ത്രിച്ച് നിർത്തുന്ന രീതിയിലുള്ള ഒരു ഇൻസ്ട്രുമെന്റ് നമ്മൾ ഇന്നിവിടെ വികസിപ്പിച്ച് നമ്മൾ ഇന്ന് ഈ നാടിനു വേണ്ടി സമർപ്പിക്കുകയാണ്. ഇതുപോലെ ഏറ്റവും കൂടുതൽ വന്യമൃഗ ശല്യങ്ങളുള്ള എല്ലാ സ്ഥലങ്ങളിലും കർഷകർക്ക് സൗജന്യമായിട്ട് ഈ ഇൻസ്ട്രുമെന്റ് കൊടുക്കുന്ന രീതിയിലാണ് നമ്മൾ ഈ കാര്യങ്ങൾ ഇവിടെ ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ഈ ഒരു ശബ്ദത്തിൻ്റെ സഹായത്തോടു കൂടി നമ്മൾ ഈ ഇൻസ്ട്രുമെന്റ് ഇവിടെ കൊടുക്കുന്നു. അതുപോലെ തന്നെ കേരള സർക്കാരിൻ്റെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റുമായി സഹകരിച്ച് വിവിധങ്ങളായ സ്ഥലങ്ങളിൽ ഒത്തിരി കിലോമീറ്ററുകൾ തൂക്കുവേലികൾ, ഫെൻസിങ് ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷേ ഫെൻസിങ്ങിൻ്റെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് വോൾട്ടേജിൻ്റെ പ്രോബ്ലം ഉണ്ട്. സജീവ് കുമാർ R, റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ കോതമംഗലം, സിദ്ദിഖ് KS, DYRFO, ദിവാകരൻ CS, SFO, വാർഡ് മെമ്പേഴ്സ് ജിജോ ആന്റണി, മനോജ് മത്തായി, തട്ടേക്കാട് സെക്ഷൻ ആൻഡ് RRT സ്റ്റാഫ് എന്നിവർ കുട്ടികളെ അനുമോദിച്ചു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. ഇന്ന് മൊബൈൽ ഫോൺ ഉപയോക്താക്കൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ഡിസ്പ്ലേയിൽ ലൈൻ ഉണ്ടാകുന്നത്. ആ പ്രശ്നത്തിന് പരിഹാരമായി ഐകോർ മൊബൈൽ സർവീസ് സെന്റർ തൊടുപുഴയിൽ പ്രവർത്തനം ആരംഭിച്ചു. ഡിസ്പ്ലേയിൽ ലൈൻ വീണ് കഷ്ടപ്പെടുന്നവർ ന്യൂമാൻ കോളേജ് ബൈപ്പാസിൽ വിമല പബ്ലിക് സ്കൂളിന് സമീപത്ത് ബ്രദേഴ്സ് ആർക്കേഡിൽ ആരംഭിച്ച ഐകോറിലേക്ക് ചെന്നോളൂ. ഏറ്റവും മികച്ച ക്വാളിറ്റിയിൽ പരിഹരിച്ചു തരും. ഇന്ന് നമ്മൾ നേരിടുന്ന പ്രധാന പ്രശ്നങ്ങളിലൊന്നാണ് ഫോണിന്റെ ഡിസ്പ്ലേയിൽ ലൈൻ വീഴുന്നത്. വില കൂടിയ ഫോൺ വാങ്ങിയ ശേഷം സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ലൈൻ ഒരു വലിയ പ്രശ്നം തന്നെയാണ്. ഇങ്ങനെ ലൈൻ വീണാൽ പരിഹരിക്കുവാനായി ഐകോർ മൊബൈൽ സർവീസ് സെന്റർ തൊടുപുഴയിൽ പ്രവർത്തനം ആരംഭിച്ചു. ഈ സൗകര്യമുള്ള ദക്ഷിണ കേരളത്തിലെ ആദ്യ സർവീസ് സെന്ററിനാണ് ഐകോർ ദ റിപ്പയർ എക്സ്പോർട്ട് എന്ന ഖ്യാതിയുമായാണ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. തൊടുപുഴ ന്യൂമാൻ കോളേജ് ബൈപ്പാസിൽ വിമല പബ്ലിക് സ്കൂളിന് സമീപം ബ്രദേഴ്സ് ആർക്കേഡിലാണ് ഐകോർ ദ റിപ്പയർ എക്സ്പേർട്ട് പ്രവർത്തനം ആരംഭിച്ചത്. മുനിസിപ്പൽ ചെയർപേഴ്സൺ സാബിറ ജലീൽ ഐകോർ മൊബൈൽ സർവീസ് സെന്റർ നാടിന് സമർപ്പിച്ചു.
ഡിസ്പ്ലേയും കർവ് ഡിസ്പ്ലേയുമുള്ള ഏത് ഫോണിൻ്റെ ഡിസ്പ്ലേയും ഏറ്റവും നൂതനമായ സാങ്കേതികവിദ്യയിൽ മാറാൻ ഐക്കോറിൽ കഴിയും. മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, ടാബ് തുടങ്ങിയവയുടെ സർവീസിംഗും കുറഞ്ഞ സമയത്തിനുള്ളിൽ മികച്ച ക്വാളിറ്റിയിൽ വാറന്റിയോടുകൂടി മാറി നൽകുമെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. കേരളത്തിൽ തന്നെ ഏറ്റവും അത്യാധുനിക മിഷനറി സൗകര്യങ്ങളോടുള്ള സർവീസ് സെൻ്ററാണ് നമ്മൾ ആരംഭിച്ചത്. സൗത്ത് കേരളയിൽ തന്നെ മൊബൈലിലെ ലൈൻസ്, അപ്ഡേഷൻ ലൈൻസ് അങ്ങനെ ചേഞ്ച് ചെയ്യാനുള്ള മിഷനറീസും അതുപോലെ തന്നെ ഐഫോണിൻ്റെ ഗ്ലാസ് ചേഞ്ച്, എഡ്ജ് ഫോണുകളുടെ ഗ്ലാസ് ചേഞ്ച് ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നൂതനമായ മിഷനറീസ് ഉള്ള സ്ഥാപനമാണ് ഐക്കോർ. നമ്മുടെ തൊടുപുഴ മങ്ങാട്ടുകര ന്യൂമാ കോളേജിനും വിമല സ്കൂളിനും അടുക്കായിട്ട് ബ്രദേഴ്സ് ആർക്കേഡ് എന്ന ബിൽഡിങ്ങിലാണ് ഇന്ന് ഫെബ്രുവരി 16-ാം തീയതി രാവിലെ 10:30 മുതൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഐഫോണ്, അതുപോലെ തന്നെ സാംസങ്ങിൻ്റെ സീരീസ് പ്രീമിയം ഫോണുകൾ, അതുപോലെ തന്നെ സാധാരണ നോർമൽ ഫോണുകൾ എല്ലാത്തിൻ്റെയും ഒറിജിനൽ സ്പെയർസ് നമുക്കിവിടെ അവൈലബിൾ ആണ്. എല്ലാം വാറണ്ടിയോട് കൂടിയുള്ള ഒറിജിനൽ സ്പെയർസും മാറി നമുക്ക് ഡിസ്പ്ലേക്ക് മാറി തരാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ മെയിൻ നമ്മുടെ ആകർഷണം എന്ന് പറയുന്നത് മൊബൈൽ ഫോണുകളിൽ വരുന്ന ലൈൻസ്, നിങ്ങളുടെ ഫോണുകളിൽ വരുന്ന അപ്ഡേറ്റ് മൂലമോ അല്ലെങ്കിൽ ഡാമേജ് മൂലമോ വരുന്ന ലൈൻസുകൾ ഡിസ്പ്ലേ മാറാതെ തന്നെ ലേസർ മെഷീൻ LS26 എന്ന് പറഞ്ഞാൽ ലേസർ മെഷീൻ ഉപയോഗിച്ച് നമുക്ക് ലൈൻ ചേഞ്ച് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഐഫോണിൻ്റെയോ അല്ലെങ്കിൽ സാംസങ് S24, S24 Ultra, S23 Ultra അങ്ങനെയുള്ള പ്രീമിയം ഫോണുകളുടെയോ അതുപോലെ തന്നെ ഓപ്പോ, വിവോയുടെയൊക്കെ എഡ്ജ് ഫോണുകളുടെയോ ഗ്ലാസ് ചേഞ്ച് ചെയ്യാൻ ഇവിടെ നമുക്ക് നിസ്സാര സമയം കൊണ്ടും ഡിസ്പ്ലേ മാറാതെ തന്നെ ഗ്ലാസ് ചേഞ്ച് ചെയ്ത് നമുക്കിവിടെ നൽകാൻ പറ്റുന്നതാണ്. അത്യാധുനിക നൂതന മെഷീനറീസ് ഉപയോഗിച്ചുകൊണ്ടുള്ള സർവീസ് ആയതുകൊണ്ട് തന്നെ പക്ക 100% ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് വാറണ്ടിയോടുകൂടി തന്നെ നമുക്ക് മാറിത്തരാൻ സാധിക്കുന്നതാണ്. മുനിസിപ്പൽ കൗൺസിലർ ഷാഹുൽ ഹമീദ്, മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് TC രാജു തറണിയിൽ, സെക്രട്ടറി CK നവാസ്, MRA ജില്ലാ പ്രസിഡന്റ് ഷെരീഫ് സർഗം തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. വർഷങ്ങൾ നീണ്ട പോരാട്ടത്തിനും പരിശ്രമങ്ങൾക്കും ഒടുവിൽ ലിൻഡോ ബസ് പെർമിറ്റ് നേടി. തൊടുപുഴ വണ്ണപ്പുറം നെടുങ്കണ്ടം റൂട്ടിൽ ബസ് സർവീസ് ആരംഭിച്ചു. രാവിലെ 6:30 തൊടുപുഴയിൽ നിന്ന് പുറപ്പെടും. 10:05 നെടുങ്കണ്ടത്തെത്തും. 10:45 നെടുങ്കണ്ടത്ത് നിന്ന് തിരിച്ച് 2:45 തൊടുപുഴയിൽ എത്തിച്ചേരും. വണ്ണപ്പുറം, ചേലച്ചുവട്, മൂന്നാംകണ്ടം, മുരിക്കാശ്ശേരി, പെരിഞ്ചാംകുട്ടി, ചെമ്പകപ്പാറ, ബദേൽ, മഞ്ഞപ്പാറ, മേലെച്ചിന്നാർ, പച്ചടി വഴി നെടുങ്കണ്ടത്ത് എത്തുന്നതാണ് റൂട്ട്. വർഷങ്ങൾ നീണ്ട പോരാട്ടത്തിനും പരിശ്രമങ്ങൾക്കും ഒടുവിൽ ലിൻഡോ ബസ് പെർമിറ്റ് നേടി. തൊടുപുഴ വണ്ണപ്പുറം നെടുങ്കണ്ട റൂട്ടിൽ തിങ്കളാഴ്ച മുതൽ ബസ് ഓടിത്തുടങ്ങി. 2018 പെർമിറ്റ് കിട്ടുവാനുള്ള അപേക്ഷയുമായി വെള്ളിയാമ്പറ്റ സ്വദേശി കോട്ടയ്ക്കകത്ത് ലിൻഡോ ഇടുക്കി RTO ഓഫീസിൽ അപേക്ഷ നൽകുന്നത്. അപേക്ഷ പരിഗണിക്കവേ പെർമിറ്റ് കിട്ടേണ്ട ബസിന്റെ രേഖകളും ഉടമസ്ഥാവകാശവും സമർപ്പിക്കാൻ കഴിഞ്ഞില്ല. ഇതിനായി ബസ് വാങ്ങാൻ ശ്രമിച്ചെങ്കിലും സാമ്പത്തികം ഉൾപ്പെടെ പല കാരണങ്ങൾ കൊണ്ട് നടന്നില്ല. അതിനാൽ പെർമിറ്റ് കിട്ടിയുമില്ല. പിന്നീട് ബസ് വാങ്ങാനുള്ള ശ്രമമായി 2023 അത് സാധിക്കുകയും ചെയ്തു. വീണ്ടും അപേക്ഷ നൽകി. വിവിധ മേഖലകളിൽ നിന്നുള്ള എതിർപ്പും സമ്മർദ്ദങ്ങളും കാരണം പെർമിറ്റ് അനുവദിച്ചിരുന്നില്ല. മറ്റ് ബസ് ഉടമകളുടെ എതിർപ്പും ഉദ്യോഗസ്ഥരുടെ താൽപര്യക്കുറവും ഇതിനു പിന്നിൽ ഉണ്ടായിരുന്നുവെന്ന് ലിൻഡോ പറയുന്നു.
പലതവണ RTO ഓഫീസ് കയറിയിറങ്ങിയിട്ടും രക്ഷയുണ്ടായില്ല. എങ്കിലും ലിൻഡോ നിരാശനായില്ല. നിവർത്തികെട്ടപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചു. കോടതി ഹിയറിംഗ് നടത്താൻ ഉത്തരവിട്ടു. ഇതും വൈകിപ്പിച്ചു. വീണ്ടും കോടതിയിൽ തന്നെ ആശ്രയിച്ചു. ഒടുവിൽ കോടതി തന്നെ സമയം തീരുമാനിച്ച് ഉത്തരവിറക്കി. ഈ സമയത്തിലും മാറ്റം വരുത്തിയാണ് ഇപ്പോൾ പെർമിറ്റ് നൽകിയത്. എങ്കിലും തന്റെ വർഷങ്ങൾ നീണ്ട പരിശ്രമം വിജയിച്ച സംതൃപ്തിയിലാണ് ഇയാൾ. തൊടുപുഴ നെടുങ്കണ്ടമാണ് പെർമിറ്റ്. തൊടുപുഴ നെടുങ്കണ്ടത്തിന് ഏറ്റവും കുറഞ്ഞ വ്യവസ്ഥയിലും ഏറ്റവും കുറഞ്ഞ ടൈമിങ്ങിലും നമുക്ക് തൊടുപുഴയിൽ നിന്ന് നെടുങ്കണ്ടത്തിന് എല്ലാം നെടുങ്കണ്ടത്തിൽ നിന്ന് തൊടുപുഴയിലേക്കും വരാവുന്ന രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു ആശയം നമ്മുടെ അടുത്ത് അവതരിപ്പിച്ചപ്പോൾ അത് നല്ലതാണെന്ന് തോന്നിയത് കാരണം ഞാനത് സപ്പോർട്ട് ചെയ്യുകയും അതിനുവേണ്ടി പെർമിറ്റിന് അപേക്ഷ നൽകുകയും ചെയ്തു. 2018 ഫസ്റ്റ് അപേക്ഷ ഇട്ടു. അപേക്ഷ ഇട്ട് കഴിഞ്ഞപ്പോൾ വണ്ടിക്ക് പുതിയ ബസ് വേണം എന്നുള്ളൊരു ആവശ്യങ്ങൾ വന്നതും അല്ലെങ്കിൽ ഏറ്റവും മാക്സിമം 6 വർഷത്തിൽ താഴെ പഴക്കമുള്ള വണ്ടി വേണം എന്നുള്ളൊരു ആവശ്യം വന്നത് കാരണം ആ ഇത് എനിക്ക് സാമ്പത്തികമായിട്ട് വിഷയം വന്നാണ് എനിക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല. അത് പിന്നെ 2023 ഞാൻ വീണ്ടും ആപ്ലിക്കേഷൻ ഇട്ട് ആ ആപ്ലിക്കേഷൻ എനിക്ക് എല്ലാ കേസും കുഴപ്പമില്ലാതെ പരിഹരിച്ച് എനിക്ക് അതിൻ്റെ ഗ്രാൻഡ് ചെയ്ത് കിട്ടി അപേക്ഷ. പക്ഷെ അതിൻ്റെ ടൈം ഹിയറിങ്ങിന് ചെന്നപ്പോൾ ബാക്കിയുള്ള ഓപ്പറേറ്റർമാരും KSRTC ഒപ്പം കക്ഷിയായിരുന്നു. എനിക്കത് ടൈം ഹിയറിങ് നടത്തി തരുന്നില്ല, അത് നീട്ടി കൊണ്ടുപോവുകയാണ്. പിന്നീട് ഞാൻ കോടതി മുഖാന്തരം ഇടപെട്ട് അത് ടൈം ഹിയറിങ്ങിന് സമയം അനുവദിപ്പിക്കുകയും ടൈം ഹിയറിങ് ഇടുകയും ചെയ്തു. അപ്പോൾ ബാക്കിയുള്ള ഓപ്പറേറ്റർമാരെല്ലാം കൂടി നമുക്ക് ഓടാൻ പറ്റാത്ത രീതിയിലുള്ള ഹൈറേഞ്ച് മേഖലയാണ്. അപ്പോൾ കൊച്ചു ഉൾപ്പങ്ങാലത്തെ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിൽ എനിക്ക് ടൈമിംഗ് ആക്കി തരികയാണ് ചെയ്തത്. അപ്പോൾ അതെനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാതെ വീണ്ടും ഞാൻ ആപ്ലിക്കേഷൻ കോടതി മുഖാന്തരം വീണ്ടും എനിക്കത് ടൈം ഹിയറിംഗ് മാറ്റി തരണമെന്ന് പറഞ്ഞ് ഞാൻ അപേക്ഷ ഇടുകയും ചെയ്തു. അപ്പം എനിക്ക് ആ ടൈമിങ് നമുക്ക് ഗുണകരമാകുന്ന നടത്തിക്കൊണ്ടു പോകാൻ പറ്റുന്ന രീതിയിൽ ടൈമിങ് തന്നില്ല. പകരം ബാക്കിയുള്ള വണ്ടിക്കാരെല്ലാം താല്പര്യപ്രകാരം എൻ്റെ പ്രപ്പോസ് സമയം മാനിക്കാതെയാണ് എനിക്ക് ടൈം അനുവദിച്ചത്. ആ ടൈമിങ്ങിൽ എനിക്ക് പാസ്സാക്കി തരികയും ടൈം ഹിയർ ചെയ്ത് ടൈമിംഗ് ആക്കി തരികയും ചെയ്ത് പിന്നീട് വീണ്ടും 2025 തന്നെ ആ ടൈമിങ് മാറ്റി പുതിയ ടൈമിങ്ങിലേക്ക് അനുവദിക്കുകയാണ് ചെയ്തത്. വീണ്ടും ഞാൻ കോടതിയിൽ പോവുകയാണ് ചെയ്തത്. ഇതിനിടെ വാങ്ങിയ ബസ് സംരക്ഷിക്കേണ്ട ചുമതല വലിയ ബാധ്യതയായി മാറി. 3 വർഷത്തോളം സർവീസ് നടത്താൻ കഴിയാതെ പലരുടെയും കാരുണ്യത്തിൽ അവരുടെ ഷെഡുകളിൽ സൂക്ഷിച്ചു. ഇടയ്ക്കൊക്കെ റോഡിലിറക്കി കുറച്ച് കിലോമീറ്റർ ഓടിക്കും, വീണ്ടും തിരിച്ച് ഷെഡിൽ സൂക്ഷിക്കും. പെർമിറ്റ് കിട്ടാൻ 10 തവണയാണ് ഹിയറിംഗ് നടന്നത്. സാധാരണ അപേക്ഷ നൽകിയാൽ 2 മാസത്തിനുള്ളിൽ ഹിയറിംഗ് നടത്തി പെർമിറ്റ് അനുവദിക്കണം. എന്നിട്ടും ലിൻഡോയ്ക്ക് മാത്രം പെർമിറ്റ് കിട്ടാൻ വേണ്ടി വന്നത് 8 വർഷമാണ്. പുതിയ സർവീസ് ഇങ്ങനെയാണ്. രാവിലെ 6:30 തൊടുപുഴയിൽ നിന്ന് പുറപ്പെട്ട് 10:05 നെടുങ്കണ്ടത്ത് എത്തിച്ചേരും. 10:45 നെടുങ്കണ്ടത്ത് നിന്ന് തിരിച്ച് 2:45 തൊടുപുഴയിലെത്തും. വണ്ണപ്പുറം, ചേലച്ചുവട്, മൂന്നാംകണ്ടം, മുരിക്കാശ്ശേരി, പെരിഞ്ചാംകുട്ടി, ചെമ്പകപ്പാറ, ബേതൽ, മഞ്ഞപ്പാറ, മേലെച്ചിന്നാർ, പച്ചടി വഴി നെടുങ്കണ്ടത്ത് എത്തുന്നതാണ് റൂട്ട്. തൊടുപുഴയ്ക്കായി വസ്ത്രവിസ്മയം ഒരുക്കിയ ദ റൂട്ട്സ് മൾട്ടി ബ്രാൻഡ് ഷോറൂം 1ാം വാർഷികം കേക്ക് മുറിച്ച് ആഘോഷിച്ചു. മാനേജ്മെന്റും സ്റ്റാഫുകളും ഉപയോക്താക്കളും ആഘോഷത്തിൽ പങ്കുചേർന്നു. കൊലാനി വെങ്ങലൂർ ബൈപ്പാസിൽ ആരംഭിച്ച ദ റൂട്ട്സ് മൾട്ടി ബ്രാൻഡ് ഷോറൂമിൽ വിവിധ ബ്രാഞ്ചുകളിലായി ഒട്ടനവധി വസ്ത്രശേഖരമാണുള്ളത്. റൂട്ട്സ് വളർച്ചയിൽ ഒപ്പം നിന്നവർക്ക് നന്ദി പറയുന്നതായി മാനേജ്മെന്റ് അറിയിച്ചു.
തലനാട് മാതൃഭവൻ UP സ്കൂളിന്റെ പ്ലാറ്റിനം ജൂബിലിയും സ്കൂൾ വാർഷികവും ആഘോഷിച്ചു. കോതമംഗലം രൂപത വികാരി ജനറൽ മോൺസിസ്റ്റർ റവറന്റ് ഡോക്ടർ പയസ് മലയക്കണ്ടത്തിൽ ഉദ്ഘാടനം നിർവഹിച്ചു. PG ജോസഫ് MLA മുഖ്യ പ്രഭാഷണം നടത്തി. സ്കൂൾ മാനേജർ ഫാദർ അലക്സ് താണിക്കുന്നേൽ അധ്യക്ഷത വഹിച്ചു. തലനാട് മാതൃഭവൻ UP സ്കൂളിന്റെ പ്ലാറ്റിനം ജൂബിലിയും സ്കൂൾ വാർഷികവും പ്രൗഢഗംഭീരമായ ചടങ്ങുകളോടെ ആഘോഷിച്ചു. സ്കൂൾ മാനേജർ ഫാദർ അലക്സ് താണിക്കുന്നേൽ അധ്യക്ഷത വഹിച്ച യോഗത്തിന്റെ ഉദ്ഘാടനം കോതമംഗലം രൂപത വികാരി ജനറൽ മോൺസിസ്റ്റർ റവറന്റ് ഡോക്ടർ പയസ് മലയക്കണ്ടത്തിൽ നിർവഹിച്ചു. രണ്ടാം ലോകമായ യുദ്ധം കഴിഞ്ഞ് യുദ്ധക്കെടുതിയിൽ അരി വിതരണം സ്തംഭിച്ച് ആവശ്യം ഭക്ഷിക്കാനായി ഭക്ഷണ വിഭവങ്ങൾ ഇല്ലാതിരുന്ന ഘട്ടത്തിൽ കാർഷിക ഗ്രാമങ്ങളിലെ പട്ടിണി കിടക്കുമ്പോൾ അന്ന് ശ്രദ്ധേയമായ രണ്ട് കാര്യങ്ങൾ തലനാട് നടന്നു. ഒന്ന്, ഇവിടെ LP സ്കൂൾ 1950 തുടങ്ങി എന്നുള്ളതാണ്. 1952 ഒരു പള്ളി പണിയാൻ തുടങ്ങി. JK അച്ഛൻ്റെ നേതൃത്വത്തിൽ 956 പള്ളി പണിതു. എന്ന് പറഞ്ഞാൽ ഇവിടെ കുടിയേറിയ മനുഷ്യര് അത് കുരുമുളക് സുഗന്ധ വ്യഞ്ജന കൃഷിയും നടത്തി കിട്ടിയ മിച്ചം കൊണ്ട് ഈ നാടിന് ഒരു ദേവാലയം പണിയുകയും മനോഹരമായി ഒരു സ്കൂൾ പണിയുകയും ചെയ്തിട്ടുള്ളതാണ്. ഇങ്ങനെ 75 വർഷം പൂർത്തിയാക്കുന്ന ആഘോഷിക്കുന്നത് ആ വലിയ ത്യാഗത്തിന്റെ കഥകളെ അനുസ്മരിച്ചുകൊണ്ടുള്ള ഒരാഘോഷമാണ്. അത്രയും സന്മനസ്സോടു കൂടി ഈ തലനാട് മുന്നോട്ട് വന്ന് വിയാച്ചൻ നേതൃത്വത്തിൽ ഇവിടെ സ്കൂൾ പണിയാനായിട്ട് ശ്രമം നടത്തിയപ്പോൾ ധാരാളം കുട്ടികളുള്ള സ്കൂളുകളായിരുന്നു അന്ന് 51 തുടങ്ങുമ്പോൾ LP സ്കൂളാണ്. 1986 നമ്മുടെ നടുവൊക്കെ ചിരിക്കുമ്പോഴാണ് അത് UP സ്കൂളായി മാറുന്നത്. സ്കൂൾ ഹെഡ്മിസ്ട്രസ് ബീന ജോസഫ് സ്വാഗതം ആശംസിച്ചു. തൊടുപുഴ MLA PG ജോസഫ് മുഖ്യ പ്രഭാഷണം നടത്തി. പഠനത്തിലും പഠനേതര പ്രവർത്തനങ്ങളിലും മികവ് പുലർത്തിയ കുട്ടികളെ സമ്മാനങ്ങൾ നൽകി ചടങ്ങിൽ ആദരിച്ചു. വാർഡ് മെമ്പർ രാജു സ്കറിയ, സിൽവി ബിജു, ബ്ലോക്ക് മെമ്പർ ജാൻസി മാത്യു, തെക്കുംഭാഗം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ടോമി കാവാലം, ജൂബിലി ഫിനാൻസ് കമ്മിറ്റി കൺവീനർ ഫ്രാൻസിസ് പടിഞ്ഞാറേടത്ത്, ഇടവക പ്രതിനിധി മാത്യൂസ് തേക്കങ്കാട്ടിൽ, മുൻ വാർഡ് മെമ്പർ സുലോചന KA, പൂർവ്വ വിദ്യാർത്ഥി പ്രതിനിധികളായ സോമൻ ആക്കപ്പടിയിൽ, എക്സൈസ് ഉദ്യോഗസ്ഥൻ KG ജയൻ, ജോർജ് പടിഞ്ഞാറേടത്ത്, പബ്ലിസിറ്റി കൺവീനർ സുബിൻ പഴയിടം, PTA പ്രസിഡന്റ് VV തോമസ്, MBTA പ്രസിഡന്റ് ഷീജ ജെയ്മോൻ, ജൂബിലി ജനറൽ കൺവീനർ ബേബി ജോസഫ് എന്നിവർ ആശംസകൾ നേർന്നു. തുടർന്ന് 2025-2026 വർഷത്തെ പ്രവർത്തന റിപ്പോർട്ടും ജൂബിലി ഗാനത്തിന്റെ പ്രദർശനവും നടത്തി. തുടർന്ന് കുട്ടികളുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും വിവിധ കലാപരിപാടികളും അവതരിപ്പിച്ചു. മൂവാറ്റുപുഴ ഗോൾഡൻ വോയ്സിന്റെ ഗാനമേളയും ഉണ്ടായിരുന്നു. തുടർന്ന് ആകാശവിസ്മയവും നടത്തി. ന്യൂസ് ബ്യൂറോ, തലനാട്. BJP നോർത്ത് ജില്ലാ പ്രസിഡന്റായിരുന്ന PP സാനുവിനെ സ്ഥാനത്ത് നിന്ന് മാറ്റിയതിന് പിന്നാലെ ജില്ലാ കമ്മിറ്റിയിലും നിയോജക മണ്ഡലങ്ങളിലും വ്യാപകമായ അഴിച്ചുപണി നടത്തി പുതിയ ജില്ലാ പ്രസിഡന്റ്. അധ്യക്ഷനൊപ്പം ജില്ലാ ട്രഷറർ PR അരവിന്ദാക്ഷനെയും സ്ഥാനത്ത് നിന്ന് മാറ്റി. ജില്ലാ ഭാരവാഹികളിൽ പലർക്കും സ്ഥാനം നഷ്ടപ്പെട്ടിട്ടുണ്ട്. BJP നോർത്ത് ജില്ലാ പ്രസിഡന്റായിരുന്ന PP സാനുവിനെ സ്ഥാനത്ത് മാറ്റിയതിന് പിന്നാലെ ജില്ലാ കമ്മിറ്റിയിലും നിയോജക മണ്ഡലങ്ങളിലും വ്യാപകമായ അഴിച്ചുപണി നടത്തി പുതിയ ജില്ലാ പ്രസിഡന്റ്. അധ്യക്ഷനോടൊപ്പം ജില്ലാ ട്രഷറർ PR അരവിന്ദാക്ഷനെയും സ്ഥാനത്ത് നിന്നു മാറ്റി. ജില്ലാ ഭാരവാഹികളിൽ പല പ്രമുഖർക്കും സ്ഥാനം നഷ്ടപ്പെട്ടിട്ടുണ്ട്. നിലവിലെ ജില്ലാ ഭാരവാഹികളായ അഡ്വക്കേറ്റ് അമ്പിളി അനിൽ, ഗോപി പഴുക്കാക്കുളം, ശ്രീലക്ഷ്മി സുദീപ്, ജയലക്ഷ്മി ഗോപൻ, KP രാജേന്ദ്രൻ, NK അബു, EK മോഹനൻ, B മനോജ് കുമാർ, അന്നമ്മ കുരുവിള, അളകരാജ് എന്നിവർ പുതിയ ജില്ലാ ഭാരവാഹി ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്. സാനുവിനോട് അടുപ്പം പുലർത്തിയിരുന്ന തൊടുപുഴ നിയോജക മണ്ഡലം പ്രസിഡന്റിനും സ്ഥാനമാറ്റം സംഭവിച്ചു. സാനുവിന്റെ സ്ഥാനമാറ്റത്തിന്റെ കാരണക്കാരൻ എന്ന് ആരോപിക്കപ്പെടുന്ന മുൻ ജില്ലാ അധ്യക്ഷനോട് അടുപ്പം പുലർത്തുന്ന രമേശ് ബാബുവാണ് തൊടുപുഴയുടെ പുതിയ അധ്യക്ഷൻ. അതേപോലെ തന്നെ പുതിയ ജനറൽ സെക്രട്ടറിയുടെ താൽപര്യാർത്ഥം ദേവികുളം മണ്ഡലത്തിൽ നിന്നുള്ള പല ജില്ലാ ഭാരവാഹികൾക്കും മണ്ഡലം പ്രസിഡന്റുമാർക്കും സ്ഥാനം നഷ്ടപ്പെടുകയോ സ്ഥാനമാറ്റം സംഭവിക്കുകയോ ചെയ്തിട്ടുണ്ട്. സാനുവിനോട് അടുപ്പമുള്ളവരെ പൂർണ്ണമായും അവഗണിക്കുകയും മുൻ ജില്ലാ അധ്യക്ഷന്റെ താൽപര്യങ്ങൾ സംരക്ഷിക്കുകയും ചെയ്യുന്നതാണ് പുതിയ പുനഃസംഘടന എന്ന വ്യാപകമായ പരാതി ഉയർന്നിട്ടുണ്ട്. BJPക്കുള്ളിൽ ഉയർന്നു വന്നിട്ടുള്ള വിഭാഗീയതയെ കൂടുതൽ പരസ്യമാക്കാൻ പുതിയ പുനഃസംഘടന കാരണമാകുന്നുവെന്നാണ് സാനുവിനോട് അടുപ്പമുള്ളവർ പറയുന്നത്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സഹകരണ മേഖല ആധുനികവൽക്കരണത്തിന് സംസ്ഥാന സർക്കാർ നടപടി സ്വീകരിക്കണമെന്ന് അഡ്വക്കേറ്റ് ദീൻ കുര്യാക്കോസ് MP. മൂന്നാറിൽ സംഘടിപ്പിച്ച കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ഇൻസ്പെക്ടേഴ്സ് ആൻഡ് ഓഡിറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന നേതൃത്വ പരിശീലന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരള NGO യൂണിയൻ തൊടുപുഴ ഈസ്റ്റ് ഏരിയ വാർഷിക സമ്മേളനം നടത്തി. കേരള NGO യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് MA അജിത് കുമാർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു.
വേളാങ്കണ്ണിക്ക് തൊടുപുഴ വഴി KSRTC ബസ് സർവീസ് ആരംഭിച്ചു. ബസിന് തൊടുപുഴ KSRTC ഡിപ്പോയിൽ വെച്ച് സ്വീകരണം നൽകി. വോട്ട് ചെയ്യുന്നതിന്റെ പ്രാധാന്യം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ജില്ലയിൽ പര്യടനം നടത്തുന്ന വോട്ട് വണ്ടി ഇടുക്കി കളക്ടറേറ്റ് അങ്കണത്തിൽ അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് ഷൈജു പി ജേക്കബ് ഫ്ളാഗ് ഓഫ് ചെയ്തു. തൊടുപുഴ പട്ടണത്തിൽ വിവിധ ആവശ്യങ്ങൾക്കായി ദിനംപ്രതി എത്തുന്ന 10,000-കണക്കിന് ജനങ്ങൾക്കും 1000-കണക്കിന് വാഹനങ്ങൾക്കും വേണ്ട സൗകര്യങ്ങൾ ഒരുക്കണമെന്നാവശ്യപ്പെട്ട് വിവിധ സംഘടനകൾ ചേർന്ന് MP, MLA, നഗരസഭാ ചെയർപേഴ്സൺ എന്നിവർക്ക് നിവേദനം സമർപ്പിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.